ഹലോ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഡിവിഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹരണ രീതികൾ എന്ന് പറയുന്ന പാഠമാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും 4 ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ 4ാമത്തെ പാഠമാണ്. 3 വരെയുള്ള ചാപ്റ്ററിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? അതൊക്കെ ഞാനാണെങ്കിൽ ആ 3 പാഠവും കൂടെ ഒറ്റ ലിങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ലാസ്റ്റ് ഞാൻ ഇട്ടത് 3 പാഠവും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കയറി അത് കാണണം കേട്ടോ. അപ്പം നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഡിവിഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹരണ രീതികൾ എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 കൂട്ടർക്കും ഇരുന്ന് പഠിക്കത്തക്കതായിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്തുവാ? നിങ്ങൾക്ക് ഗുണനപ്പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നല്ലതുപോലെ അറിയണം. 5ാം ക്ലാസ് ആയ കുഞ്ഞുങ്ങളെ, നമുക്ക് ടേബിൾ നല്ലപോലെ പഠിച്ചെങ്കിലേ ഇനിയുള്ള കണക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി ടേബിൾ പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ കുഞ്ഞിലെ നമ്മൾ സ്കൂളിൽ നിന്നും ട്യൂഷൻ്റെ അവിടെ നിന്നും ഒക്കെയാണോ പഠിച്ചത്? നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ പിടിച്ചിരുത്തിയല്ലേ പഠിപ്പിച്ചത്. അപ്പോൾ അതും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ടേബിൾ എന്തായാലും ജീവിതകാലം മൊത്തവും വീണ്ടുന്നൊരു കാര്യമാണ് നമുക്ക് ടേബിൾ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ, ഒരു സാധനം മേടിക്കാൻ പോയാലും എവിടെ വീടിന് വെളിയിലോട്ട് ഇറങ്ങിയാലും മൊബൈലിലായാലും എന്തായാലും നമുക്ക് ടേബിൾ അല്ലേ. എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ആ കണക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് നമ്മുടെ നോക്കിക്കേ, ഹരണവും ഗുണനവുമാണ് അല്ലേ. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ നിങ്ങളെ, ഡിവിഷൻ ആൻഡ്, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ പുസ്തകമായത്, മലയാളം മീഡിയക്കാരുടെ പുസ്തകമായത് നോക്കിക്കോ. ഒന്നാമത്തെ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഹരണവും ഗുണനവുമാണ്. നോക്കിക്കേ, ഒരു 5 കുട്ടികളെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ. 5 കുട്ടികളുണ്ട്. ഹൗ ഡു വി ഡിസ്ട്രിബ്യൂട്ട് 20 പീസ് ഓഫ് എ ക്യാൻഡി ഈക്വലി എമംഗ് 5 കിഡ്സ്? വി നീഡ് ഓൺലി 5 ക്യാൻഡി ടു ഗീവ് 1 ടു ഈച്ച്. എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? 20 ക്യാൻഡി എന്ന് വെച്ചാൽ മിഠായി 5 കുട്ടികൾക്ക് ഒരുപോലെ എങ്ങനെ വീതിച്ചു കൊടുക്കും? 20 മിഠായിയാണ് 5 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണം. ഓരോന്ന് വീതം കൊടുത്താൽ 5 അല്ലേ ആയുള്ളൂ. ഈ 5 കുട്ടികൾക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കൊടുക്കും കുഞ്ഞുങ്ങളെ? എങ്ങനെയൊക്കെ കൊടുക്കാം നിങ്ങൾക്കറിയാമോ? ഇതിലാത്തിൽ ടെസ്റ്റിൽ കൊടുത്തു നോക്കിയേ. ഈ കുട്ടികൾക്ക് ആദ്യമേ ഓരോന്ന് വീതം കൊടുത്തു കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം ചൂണ്ടുമ്പോൾ നിങ്ങൾ ആ പടം ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലേ നിങ്ങൾ? പിന്നെന്താ നോക്കിക്കേ, ഇവിടെ ആദ്യം നോക്കിക്കേ, മൊത്തം എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം കേട്ടോ. ഞാനൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം. മൊത്തം എത്രയാണ് കുഞ്ഞുങ്ങളെ? 20 മിഠായിയാണ്. 20 മിഠായിയാണ് അല്ലെ, ക്യാൻഡി ആണ് മൊത്തം ഉള്ളത് ആണല്ലോ. അതിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? 5 പേരുണ്ട് അല്ലേ. മൊത്തം 5 കുട്ടികളുണ്ട്. 3, 5 ഓക്കെ. അപ്പം ഞാൻ ആദ്യം ഓരോരുത്തർക്ക് ഇവർ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. മൊത്തം എത്ര എണ്ണമായി? 5 എണ്ണമായി അല്ലേ. മൊത്തം 20 എണ്ണം ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് വീതം വീണ്ടും കൊടുക്കുക. നോക്കിക്കേ, വീണ്ടും കൊടുത്തു. അപ്പോൾ എത്രയായി? 5 എണ്ണമായി. അപ്പോൾ എത്രയായി? 5ഉം 5ഉം 10 എണ്ണമായി. വീണ്ടും ഓരോന്ന് കൊടുക്കുക. ഇതിന് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ആദ്യ സ്റ്റെപ്പ് ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, എങ്ങനെയാണെന്നറിയാൻ കേട്ടോ. അപ്പോൾ നോക്കി, ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എത്രയായി കുഞ്ഞുങ്ങളെ? 5ആയി, 10ആയി, 15ആയി, 20ആയി. നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാൻ എത്ര വീതം കൊടുത്തു നോക്കിക്കേ. ആദ്യം ഓരോന്ന് വെച്ച് കൊടുത്തു 5, പിന്നെ ഓരോന്ന് വെച്ച് കൊടുത്തു 2, പിന്നെ ഓരോന്ന് വെച്ച് കൊടുത്തു. അപ്പം 3 സ്റ്റെപ്പ്. വീണ്ടും ഓരോന്ന് കൊടുത്തു. 4 സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. 4 സ്റ്റെപ്പിലും എത്ര വീതമാണ് ഞാൻ കൊടുത്തത്? 5 വീതമാണ് കൊടുത്തത്. മനസ്സിലായോ? ഇത് അപ്പോൾ എത്ര മൊത്തം കൂടെ കൂട്ടിയപ്പോൾ എത്ര? 20 മിഠായിയും അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടി? കുഞ്ഞുങ്ങളെ? 4 എണ്ണം കിട്ടിയെന്നാണ് പറയുന്നത് ആണല്ലോ. ഒരാൾക്ക് 4 എണ്ണം. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? എന്തായാലും ഇപ്പോൾ 500 മിഠായി തന്നാൽ നമ്മളിങ്ങനെ ഓരോന്നും കൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ടെസ്റ്റിൽ തന്നെ അത് ഓൾറെഡി തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, ഒന്നുകൂടി കൊടുത്താലോ? അപ്പോൾ 5ൻ്റെ 2 മടങ്ങ് അല്ലേ. നമ്മൾ 2 എണ്ണം വെച്ച് കൊടുത്തില്ലേ? ആദ്യമേ 5 ഓരോന്ന് കൊടുത്തു. പിന്നെന്താ നിങ്ങളെ, പിന്നെയും ഓരോന്ന് വെച്ച് കൊടുത്തപ്പോൾ എത്ര? 2 എണ്ണം വീതമായി അല്ലേ. ഇനി 3 എണ്ണം വെച്ച് കൊടുത്തു. ഇനി അവർ ഇതിൻ്റെ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ 5 എണ്ണം കണ്ടോ
ഓരോന്ന് വെച്ച് 5 എണ്ണം കൊടുത്തു അല്ലേ. ഈ 2 എണ്ണം വെച്ചായപ്പം എത്ര എണ്ണമായി? 10 എണ്ണമായി. 5ൻ്റെ 3 എണ്ണം വെച്ച് കൊടുത്തപ്പോഴോ 15 എണ്ണമായി. 5ൻ്റെ 4 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ 20ആയി. അപ്പം പിടികിട്ടിയോ? അതായത് നമുക്ക് ടേബിൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. ടേബിള് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കും പറ്റത്തുള്ളൂ. അപ്പോൾ 5 എണ്ണം, 5 പേരാണ്. 5 പേർക്ക് ഓരോന്ന് വെച്ച് കൊടുത്തപ്പോൾ 5 എണ്ണം, 5 പേർക്ക് 2 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ 10 എണ്ണം, 5 പേർക്ക് 3 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ 15ആയി, 5 പേർക്ക് 4 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ 20ആയി. നമ്മുടെ ടെസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ? അപ്പോൾ 4 വീതം കൊടുത്തപ്പോൾ എന്താ? 20 മുട്ടായും തീർന്നു എന്നാണ് പറയുന്നത്. എന്താണ്? വി ഗെറ്റ് 4 to each. All the 5 into 4, 20 piece would be finished. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ പടം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യമേ എന്താ 5, പിന്നെ ആക്കും 5 എണ്ണം, പിന്നെയും 5 അല്ലേ, പിന്നെയും 5. അപ്പം മൊത്തം കൂടെ എത്ര ആയി നിങ്ങളെ? 20 എണ്ണമായി. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ. ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് ഒരേപോലെ അപ്പം മനസ്സിലാവുമല്ലോ കേട്ടോ. അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇപ്പോഴോ ഓക്കെ ആണല്ലോ? നോക്കിക്കേ. If he forgot about the candy and the kids and think just about the numbers, the questions in this, അതായത് കുട്ടികളും മിഠായിയും എല്ലാം മാറ്റി ഇനി നമുക്ക് സംഖ്യകൾ മാത്രമായി ഒന്ന് ആലോചിച്ചാലോ. അതായത് 20നെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? കണക്ക് ഭാഷയിൽ ഇത് അല്പം കൂടി ചുരുക്കി എങ്ങനെ പറയാം? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഗണിത ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? ഇതൊക്കെ നോക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ. വി ക്യാൻ ഷോർട്ടൺ യൂസിങ് മാത്തിക് സിമ്പിൾ ഉപയോഗിച്ചിട്ട്, ഇംഗ്ലീഷ് മീഡിയക്കാർ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങനെ ചെയ്യും? അതായത് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20 ഡിവൈഡഡ് 5. 20നെ 5 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? ഉത്തരം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അതായത് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ഒന്നും വലുതായിട്ട് എഴുതാഞ്ഞത് കേട്ടോ. നോക്കൂ നിങ്ങളെ. 1 വീതം ആകെ 5 അല്ലേ. 2 വീതമായപ്പം 5 ഇൻറ്റു 2 10. 3 വീതമാണെങ്കിൽ 5 ഇൻറ്റു 3 15. 4 വീതമാണെങ്കിൽ 5 ഇൻറ്റു 4 20. മനസ്സിലായോ? ടെസ്റ്റിൽ ഓൾറെഡി തന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് നോക്കിക്കോ. എന്താ 1 ഈച്ച് എന്ന് വെച്ചാൽ 1 എന്നാണ് കേട്ടോ. 1 ഈച്ച് ദ ടോട്ടൽ മൊത്തം എത്ര ഉണ്ടോ നിങ്ങളെ? 5 എണ്ണം ആണല്ലോ. 2 ഈച്ച് 2 എണ്ണം അല്ലേ. ദെൻ ടോട്ടൽ ഈസ് 2 ടൈം ആയപ്പം 2 ടൈംസ്. ഈ 2 മടങ്ങ് എന്ന് എന്താ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, 2 മടങ്ങ്, അതാണ് 2 ടൈംസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 3 ടൈംസ് 4 ടൈംസ് ആയപ്പം നമുക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി നമ്മളതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ അല്ലെ മലയാളത്തിലും ഒക്കെ എങ്ങനെ പറയുമെന്നാണ് നോക്കിയേ. 20 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 20നെ സ്പ്ലിറ്റ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. ഹൗ മച്ച് വുഡ് ഈച്ച് പാർട്ട് ബി? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 20നെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? നോക്കിയേ. ഹൗ മെനി ടൈം ഓഫ് 5 മേക്ക് 20? 5ൻ്റെ എത്ര മടങ്ങാണ് 20? ഞാൻ ഈ മലയാളവും ഇംഗ്ലീഷും കൂടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ. അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അർത്ഥവും കൂടെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ ഞാൻ മലയാളവും കൂടെ എടുത്തേട്ടോ. നിങ്ങൾക്കിത് വായിച്ച് നോക്കുമ്പോൾ അപ്പോൾ അർത്ഥം മനസ്സിലാവുമല്ലോ. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 20/5? 20നെ ഡിവൈഡ് ചെയ്യുക. ഇത് ഇത്രയും ഞാൻ ഈ ഇപ്പോൾ എത്ര ഒരു 8 മിനിറ്റ് കൊണ്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുക, നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് നിങ്ങൾക്ക് 20 എന്ത് കിട്ടി? 20 മിഠായി കിട്ടി. നിങ്ങൾ 5 കൂട്ടുകാരുണ്ട്. സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി 5 കൂട്ടുകാരും ഉണ്ട് അല്ലേ. ഈ 5 പേർക്ക് ഒരുപോലെ കൊടുക്കണമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് 5. അതായത് 20നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം 5 വെച്ച്. 5ൻ്റെ വെളിയിൽ എത്രയാണോ നമ്മളോട് ചോദിച്ചത് അതാണ് നമുക്കിവിടെ വെളിയിൽ എഴുതേണ്ടത്. ഇനി 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൻ്റെ ടേബിളിൽ 20 വരുന്നുണ്ടോ? ഉണ്ടോ? എത്ര? 5 4 20. 20ൽ നിന്ന് 20 പോയാൽ 0. ഇത് പറഞ്ഞപ്പോഴാണ് ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാമോ കുഞ്ഞുങ്ങളെ? അറിയാമോ? ഞാൻ നിങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പഠിപ്പിക്കാം. ആദ്യം അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. അതറിയാൻ വയ്യാതെ നമ്മൾ എത്ര കിടന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. ആദ്യമേ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ടേബിൾ നല്ലതുപോലെ അറിയണം. ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളെ. നോക്കിക്കേ.
അതിൻ്റെ ഫസ്റ്റിൽ പറയുന്നത് എന്തോന്നറിയാം, നമ്മൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴുണ്ടാകുന്ന ഫലത്തെ ഭാഗവും ഹരണവുമായി കാണുന്നത് പോലെ മടങ്ങും ഗുണനവുമായിട്ട് നമുക്ക് കാണാം. എന്തുവാന്നാ മനസ്സിലായാലും ഇല്ലേലും ഇതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കൂ നിങ്ങളെ, 24/4 എന്താ നിങ്ങളെ 24/4 അതിനെ 24-നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി ഇതിനൊക്കെ ഓരോ പേരുണ്ട്. എന്താണെന്നറിയോ? നോക്കിക്കേ, നമ്മൾ എന്തിനെയാണോ ഇപ്പം 24 എന്ന് പറയുന്നത് ഞാൻ മിഠായി ആയിക്കോട്ടെ, എന്തിനെയാണോ പറയുന്നത് അതിനെ എന്ത് പറയുന്നു? ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. എന്താവും നിങ്ങളെ ഡിവിഡൻഡ്, ഇംഗ്ലീഷുകാർ ഓർത്തോണേ, ഡിവിഡൻഡ് കേട്ടോ. ഇനി എന്തിനെ വെച്ചാണോ നമ്മൾ ചെയ്യുന്നത്, ഹരണം, ഹാരകം എന്നൊക്കെ നിങ്ങൾ മലയാളം മീഡിയക്കാർക്കുണ്ട് കേട്ടോ. ഹാരകം ഓക്കെ, ശിഷ്ടം, ഈ ബാക്കി വരുന്ന ശിഷ്ടം, ഇത് ഹരണഫലം എന്നൊക്കെയാണ്. അപ്പം ഡിവിഡൻഡ് ഇതിനെ ഡിവൈസർ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ ഡിവൈസർ. നിങ്ങൾ മലയാളം മീഡിയക്കാരും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ജീവിതകാലം മൊത്തം നമ്മൾ മലയാളം കൊണ്ടല്ലല്ലോ, ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇംഗ്ലീഷ് വേണ്ടേ. അപ്പം എന്താ ഇതിനെ ഡിവൈസർ, ഇതിനെയോ കോഷ്യൻ്റ്, QUITI കോഷ്യൻ്റ്. ഇനി ബാക്കി എത്ര ആണോ വരുന്നത് അതിനെ ശിഷ്ടമെന്ന് നമ്മൾ പറയത്തില്ലേ, റിമൈൻഡർ. മനസ്സിലായോ? ഇത് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. കോഷ്യൻ്റ്, ഡിവിഡൻഡ്, ഡിവൈസർ, റിമൈ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞേ 24-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ഈ മുകളിൽ കിട്ടിയ ഹരണഫലവും ഈ വെളിയിൽ തന്നിരിക്കുന്ന ഹാരവും എന്നൊക്കെ ഈ ഏതുകൊണ്ടാണോ ഭാഗിക്കുന്നത് അതും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് 6 കിട്ടിയത്, 6 ഇൻറ്റു ഈ വെളിയിൽ കിടക്കുന്ന 4, 6 4 എത്ര? 24. മനസ്സിലായോ? അതായത് 24-നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഈ 6-നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പം 24 കിട്ടി. അപ്പോൾ മനസ്സിലായോ? ഞാൻ ഡിവൈഡ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങളെ നോക്കിക്കേ, ഇതറിയാൻ വയ്യാതെ നമുക്ക് ഈ ചാപ്റ്റർ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സൂക്ഷിച്ചു, നിങ്ങൾക്ക് അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും ഒക്കെ നോക്കിക്കോ. ഞാൻ പറയുക ഇപ്പം 90 ആദ്യം നിങ്ങളെ ചെറിയ സംഖ്യയിൽ ചെയ്യാം. ഇപ്പം 29/3 ആദ്യം ഞാനൊരു ചെറിയ സംഖ്യ ചെയ്യാം. അപ്പം ആദ്യം ഫസ്റ്റ് തരുന്ന ഏതാ? 29/3 കണ്ടല്ലോ. ഈ 3യുടെ വെളിയിൽ കിടക്കുന്നത് ഏതാണോ അതിൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത്. വെളിയിൽ കിടക്കുന്നത് ഏതാണോ, വെളിയിൽ ആരാണ്? 3 ആണല്ലോ. അപ്പോൾ 3യുടെ ടേബിളാണ് ചെല്ലേണ്ടത്. എന്നിട്ട് 29 വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ടേബിൾ ചെല്ലി നോക്കുക. നോക്കിക്കേ, എളുപ്പം നോക്കാം. 1 3 3, 2 3 6, 3 3 9, 4 3 12. ഞാനൊരു മെസ്സേജ് കണ്ടു നിങ്ങളെ, ഞാൻ എഴുതുന്നത് തെളിച്ചമില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഉള്ളതിലേക്ക് ഏറ്റവും നല്ല കളറുള്ള ഒരു പേനയാണ് എടുത്തത്, എന്നിട്ട് തെളിയുന്നില്ലേ? 5 3 15, 6 3 18, 7 3. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ടേബിൾ നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. 5 3 15, 6 3 18, 7 3 21, 8 3 24, 9 3 27, 10 3 30. ഇതാണ് നമ്മുടെ 3ൻ്റെ ടേബിൾ. നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നോണേ കുഞ്ഞുങ്ങളെ. നമ്മളോട് ചോദിച്ചത് 29-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് കേട്ടോ. 29 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിലുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിനകത്ത് 23 ഉണ്ടോ? ഇല്ല. 29 ഇല്ല. നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സംഖ്യകളുണ്ടോ നോക്കുക. എന്താ? 29 ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആരാ? 27 എത്ര? 9 3 27. 9 3 27. ഇതിനകത്തിലെ കോഷ്യൻറ്റും ഡിവിഡൻറ്റും ഡിവൈസറും ഒക്കെ അറിയാമല്ലോ. 27. ഇനി നിങ്ങളുടെ ജോലി, ഇവിടെയൊക്കെ പലരും തെറ്റിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ 5ാം ക്ലാസ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച് ആണ് കേട്ടോ, ചിലർക്കൊക്കെ അറിയാം. നോക്കൂ നിങ്ങളെ. അപ്പോൾ ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ കുറയ്ക്കാനാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഡൗട്ട്, അയ്യോ ഇനി എന്തോ ചെയ്യേണ്ടത്? എന്താ നിങ്ങളെ കുറയ്ക്കണം. 29-ൽ നിന്ന് 27 പോകണം, അല്ലെങ്കിൽ 9-ൽ നിന്നും 7 പോകണം. 7 8
9 എത്ര 2 2 ൽ നിന്ന് 2 പോയാൽ 0, അത് എഴുതേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എത്ര കിട്ടി? കോഷ്യൻ്റ് 9 കിട്ടി അല്ലേ? ഹരണഫലം 9ഉം അപ്പോൾ ഏതിനെയാണോ ഭാഗിക്കുന്നത് 3 ബാക്കി വന്ന ശിഷ്ടം അല്ലെ റിമൈൻഡർ 2. ഇങ്ങനെയാണ് ഭാഗിക്കുന്നത് കേട്ടോ. നല്ലപോലെ അറിയണേ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 18 ഡിവൈഡഡ് 3. 18 ഡിവൈഡ് 3. 18 എടുക്കുക, എന്നിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര കുഞ്ഞുങ്ങളെ? 6 3 ഇവിടെ 18 ഉണ്ടല്ലോ. അതെ, ടേബിൾ നല്ലപോലെ അറിയണമെന്ന് പറഞ്ഞ ഇതാ. നിങ്ങൾക്ക് ഏത് സംഖ്യ വെച്ചാണോ ഡിവൈഡ് ചെയ്യാനുള്ളത് അത് നിങ്ങളിങ്ങനെ വലതുവശത്ത് എഴുതി, സമയം പോകും എന്നാലും നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ എന്ന് ഡൗട്ടുള്ളവർ എന്താ കുഞ്ഞുങ്ങളെ അവിടെ എഴുതിയിടണം കേട്ടോ. എത്ര? 6 3 18. ശിഷ്ടം 0, റിമൈൻഡർ 0. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഡിവൈഡ് ചെയ്യാൻ അറിയണം. ഞാൻ ഈ ചാപ്റ്റർ എങ്ങനെ തുടങ്ങുമെന്ന് വിചാരിച്ചിരുന്നത്, കാരണം ഡിവൈഡ് മൾട്ടിപ്പിൾ അറിയാൻ വയ്യാതെ ഈ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങളെ ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിട്ടാണ് കേട്ടോ. ഈ ഗുണിക്കാൻ പോലും 2 അക്ക ഇപ്പോൾ ഇന്ന് തന്നെ 24 × 3 എത്രയാണെന്ന് ചോദിച്ചിട്ടോ അല്ലെ 2 ഇട്ട് കൊടുത്തിട്ട് പോലും അറിയാൻ വയ്യാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെയോ നിങ്ങളെ? ഇപ്പോൾ ആദ്യമേ 4 × 3 എത്ര? 12 അല്ലേ? 4 × 3 12. ശിഷ്ടം 1 ഇങ്ങോട്ട് മാറ്റി എഴുതണം. അവർക്ക് അത് ഡൗട്ടാണ്. ഈ 1 ആണോ ഇവിടെ എഴുതേണ്ടത് 2 ആണോ എഴുതേണ്ടതെന്ന് ഇപ്പോഴും ഡൗട്ടാണ് കേട്ടോ. എന്താണ്? 4 × 3 12ൻ്റെ 12 എന്ന് പറയുന്നത് എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റിലത്തെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇത് റിമൈൻഡറാണ്. ഇനി എന്തോ ചെയ്യണം? 2 × 3 2 3 6 ഈ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 72 ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കും അറിയാൻ വയ്യെങ്കിൽ ഈ മെത്തേഡ് പഠിച്ചു വെച്ചേക്കണം. എന്തിനാ ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്നതെന്നല്ലേ? ഇതൊക്കെ അറിയാമെങ്കിലേ ഇപ്പം നമുക്ക് ഈ ഹരണഫലം പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്താ കുഞ്ഞുങ്ങളെ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം 25 × 5 എന്ന് പറയുക. 25 × 5 അങ്ങനെ കുഞ്ഞുങ്ങളെ? 5 × 5 എത്ര? 5 5 25. 5 × 5 25. അപ്പോൾ 5 25ൻ്റെ ലാസ്റ്റിലത്തെ 5 എഴുതേണ്ടത് കേട്ടല്ലോ. 25 ആയതുകൊണ്ട് 25 ആയതുകൊണ്ടല്ല, ഏതൊരു സംഖ്യയുടെയും അവസാനത്തെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇതെന്താണ്? ശിഷ്ടമാണ് അല്ലെ റിമൈൻഡറാണ് കേട്ടോ. 2 × 5 എത്രയാണ്? 2 × 5 10. 10ൻ്റെ കൂടി 2 കൂടെ കൂട്ടുമ്പോൾ എത്ര? 12. മനസ്സിലായോ? ഇങ്ങനെ തന്നെ എഴുതാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു ഇച്ചിരി പുറകോട്ടടിച്ചിട്ട് വീണ്ടും കാണാം കേട്ടോ. 4 3 12, ശിഷ്ടം 1 2 3 6 1 7. ഞാനിതൊന്നും കൂടെ നോക്കുക, കാരണം ഞാൻ ഈ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ ഞാൻ കൂട്ടിയിലോ കുറച്ചിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയണ്ടേ. അപ്പോൾ 5 5 25, ശിഷ്ടം 2 2 5 10 2 12. മനസ്സിലായോ? നിങ്ങളെ ഇൻറ്റു ചെയ്യാൻ ഒരെണ്ണം കൂടെ പറയാം. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ പറയുന്നതെന്നല്ല. ഇതറിയാൻ വയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ 10 വരെയുള്ള ടേബിൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 26 × 6 6 × 6 36 കേട്ടോ. 36ൻ്റെ ഏതാ നിങ്ങൾ എഴുതേണ്ടത്? ഇപ്പോഴും ഡൗട്ടുണ്ടോ? 36ൻ്റെ അവസാനത്തെ 36 എന്നല്ല, അത് ഏത് സംഖ്യയോ ആയിക്കോട്ടെ അതിൻ്റെ അവസാനത്തെയാണ് എഴുതേണ്ടത്. ഇവിടെ അവസാനത്തെ 6 ആണ്. ആ 6 എഴുതുക. ഇനി ചിലരെന്താ ഇതിനെ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്ത് ഇങ്ങനൊന്നും അല്ല കുഞ്ഞുങ്ങളെ, അത് അവിടെ റിമൈൻഡറാണ്, അവിടെ മാറ്റിയിട്ടേരെ. ഇതിനെ ഇതുകൊണ്ട്, അതായത് 2 × 6 എത്ര? 12 അല്ലേ? 2 6 12 അല്ലെ 12. എന്നിട്ട് വേണം ഈ 3 കൂട്ടാൻ. 2 × 6 12. 12 3 15 കേട്ടോ. ശിഷ്ടത്തിനെ ലാസ്റ്റിലെടുത്തേ കൂട്ടാവൂ. അത് എല്ലാവരും തെറ്റിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് വീണ്ടും എടുത്ത് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഞങ്ങളെ 3 5ൻ്റെയൊക്കെ ടേബിൾ ഇപ്പം ഗുണിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗുണനം അറിഞ്ഞെങ്കിലേ നമുക്ക് ഹരണം അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്. മനസ്സിലായോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹരണത്തിൻ്റെ ചെയ്യാം. നമുക്ക് കുഞ്ഞുങ്ങളുടെ ടേബിളൊക്കെ കറക്റ്റായിട്ട് അറിയണേ കേട്ടോ. നോക്കിക്കേ, ഇപ്പം 40 ഡിവൈഡ് 10 ഇങ്ങനെ ഒരെണ്ണം തരുക. 40 ഡിവൈഡ് 10. നമ്മൾ എന്താ എഴുതുക? ആദ്യമേ 40 എഴുതുക. എന്തിനെയാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് അതിനെ വെളിയിലിടുക. വെളിയിൽ ഏതാണോ കിടക്കുന്നത് അതിൻ്റെ ടേബിൾ വേണം ചെല്ലാൻ. വെളിയിൽ ഏതാണ്? 10 ആണ്. 10ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 40 വരുന്നുണ്ടോ? 40 വരുന്നുണ്ടോ? ഇത്ര 4 × 10 ആണ് 40. ഇനി എപ്പോഴും ഇവിടെ വരുമ്പോൾ ഡൗട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഓരോ കുട്ടികളുടെയും തെറ്റുകൾ വരുന്നത് എവിടാന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ വരുമ്പം എടുത്ത് പറയുന്നത് അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് കേട്ടോ. അപ്പം 10 × 4 40 ആണ്. ഇവിടെ വരുമ്പം പലർക്കും കൺഫ്യൂഷനുണ്ട് എന്തോ ചെയ്യണമെന്ന്. ഇവിടെ കുറയ്ക്കുകയാണ്. 40 ൽ നിന്ന് 40 പോയാൽ 0 ആണ്.
ഇപ്പോൾ പിടികിട്ടിയോ? ഇതിനകത്തിലെ എന്താവും നിങ്ങളെ, ഇത് കോഷ്യൻ്റാണ്, ഇത് ഡിവൈസറാണ്, ഇത് ഡിവിഡൻ്റാണ്, ഇത് റിമൈൻഡറാണ്. ഇത് മൂന്നും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ പിടികിട്ടിയോ? ഏകദേശമെങ്കിലും പിടികിട്ടിയോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം നോക്കാം. എന്താ നിങ്ങളെ, ടെസ്റ്റിലെ ഒരു ചോദ്യം നോക്കി. 40 ലിറ്റർ വെള്ളം ഒരേ അളവിലുള്ള, കാണുന്നുണ്ടോ? അതെ, 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷുകാർ നോക്കിക്കേ. 40 ലിറ്റർ ഓഫ് വാട്ടർ വാസ് ഫിൽഡ് ഇൻ 8 ബോട്ടിൽ ഓഫ് ദ സെയിം സൈസ്, അല്ലേ? ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ വിൽ ബി ദെയർ ഇൻ ഈച്ച് ബോട്ടിൽ? ഓക്കെ ആണോ നിങ്ങളെ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ എന്താ, 40 ഡിവൈഡ് 8 എന്ന് എഴുതിയാൽ മതി, അല്ലേ? മൊത്തം എത്ര കുപ്പിയുണ്ട്? മൊത്തം എത്ര വെള്ളമുണ്ട്? ആകെ വെള്ളം, അല്ലേ? ഏതൊരു സ്റ്റെപ്പ് വേർഡ് പ്രോബ്ലം എഴുതുമ്പോഴും അതിൻ്റെ ആകെ വെള്ളം, മൊത്തം വെള്ളം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? എത്ര ഉണ്ട്? 40 ലിറ്ററാണ്, അല്ലേ? പിന്നെ എത്ര കുപ്പിയിലാണ് നിറച്ചത്? എത്ര കുപ്പിയിലാണ് നിറച്ചത്? നിറച്ചത് എത്ര? 8 എണ്ണത്തിൽ, അല്ലേ? 8 എണ്ണത്തിലല്ലേ നിറച്ചത്. അപ്പം നിങ്ങൾ എന്താ ചെയ്തി? ആകെ വെള്ളത്തിനെ നിറച്ചത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? 40 ഡിവൈഡ് 8 കേട്ടോ. 40 ഡിവൈഡ് 8, 40നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര നിങ്ങളെ? 8ൻ്റെ ടേബിൾ ചെല്ലാനറിയണം കേട്ടോ. നിങ്ങൾ എന്താ പെട്ടെന്ന് താണ്ട് ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് 8ൻ്റെ ടേബിൾ എളുപ്പം. ഏതൊരു കണക്ക് വരുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ടേബിൾ ഓർമ്മ വന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ചെയ്യണം? ഇങ്ങനെ മാറ്റിയിട്ട് 2 × 8 16, 3 × 8 എത്ര? 24, 4 × 8 32, 5 × 8 40. കണ്ടോ, നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. എത്ര 8ആണ്? 5 × 8 ആണ് 40, 0. അപ്പം നമുക്ക് ഒരു കുപ്പിയിൽ, അല്ലേ, ഒരു കുപ്പിയിൽ എത്ര കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? ഒരു കുപ്പിയിൽ 5 ലിറ്റർ വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഏകദേശമൊക്കെ മനസ്സിലായോ നിങ്ങളെ? എന്താ, ഈ 40 ലിറ്റർ വെള്ളമായിരുന്നു ഒരേ അളവുള്ള എത്ര? 8 കുപ്പിയിലാണ്. അപ്പോൾ കുപ്പിയൊക്കെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. 8 കുപ്പിയൊക്കെ വരച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഓരോ കുപ്പിയിലും എത്ര വരുമെന്നാണ് പറഞ്ഞത്? ഒരു കുപ്പിയിൽ 5 ലിറ്റർ വീതം. ഇതിലും 5, ഇതിലും 5, 5, 5, 5, 5, 5. മനസ്സിലായോ? 5, 10, 15, 20, 25, 30, 35, 40. മൊത്തത്തിലൂടെ ഇപ്പം എത്ര ആയി? 40 ലിറ്ററായി. ഇപ്പം മനസ്സിലായോ? ഒരെണ്ണത്തിൽ 5 ലിറ്റർ വെച്ചാണ്. ഇനി ഇതിനെ നിങ്ങൾ പറയുന്നത് പാർട്ട് ആൻഡ് ഡിവിഷൻ. എന്താ നിങ്ങളെ? പാർട്ട് ആൻഡ് ഡിവിഷൻ അല്ലെങ്കിൽ ഭാഗവും ഹരണവും എന്നും പറഞ്ഞൊരു ബോക്സിനകത്ത് ടെസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിലെ കണക്കുകളാണ് ഈ ചെയ്യുന്നത്. നമുക്ക് എക്സസൈസ് പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യാൻ നോക്കിയേ. 40 ഇൻ സ്പ്ലിറ്റ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഹൗ മച്ച് വുഡ് ബി ഈച്ച് പാർട്ട്? നോക്കിയേ, 40നെ ഒരേപോലെയുള്ള 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും, നിങ്ങളുടെ ആൻസർ തന്നെ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ഓരോ ഭാഗവും എത്രയാണെന്ന് എത്ര എഴുതും കുഞ്ഞുങ്ങളെ? 40നെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എത്ര നമുക്ക് കിട്ടി? അപ്പം 40, ഇവിടെ ഓരോന്ന് 40 ഡിവൈഡ് എത്ര? 8 അല്ലേ? എത്ര കിട്ടുന്നത്? 40 ഡിവൈഡ് 8 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ചെയ്ത് അതുപോലെ തന്നെ നോക്കണം കേട്ടോ. എത്ര നമുക്കിപ്പോൾ കിട്ടിയായിരുന്നല്ലോ? എത്ര? 40നെ 8 വെച്ച് ചെയ്തപ്പം 5, 8, 40. ടൈം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എത്ര കിട്ടിയത്? 5 ആണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 48 കിലോഗ്രാം അരി. ഇനി അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. ഇതിൻ്റെ എല്ലാം ഞാനിനി അടുത്ത ലിങ്കിനകത്തിൽ കറക്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് ഇടാം നാളെ ആയിട്ട് കേട്ടോ. സ്റ്റെപ്പ് ഇട്ട് ഞാൻ കണക്ക് കറക്റ്റായിട്ട് എഴുതി കാണിക്കുക. ഇപ്പം നിങ്ങളെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ലിങ്ക് ഇട്ടത്. നോക്കൂ കുഞ്ഞെ, 48 കിലോഗ്രാം അരിയാണ് റൈസ്. 6 പേർക്ക് കൊടുക്കണം. എത്ര? 6 പേർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്ന് ഡിവൈഡ് ചെയ്താൽ മതി. എന്താ? 48 ഡിവൈഡ് 6. 48നെ മാറ്റിയിട്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6ൻ്റെ ടേബിളിൽ ചെല്ലാം അറിയത്തില്ല, പെട്ടെന്ന് മാറ്റിയിട്ട് ചെയ്യുക. 1 × 6 6, 2 × 6 12, 3 × 6 18, 4 6 4 24, 5 6 30, 6 6 36, 7 6 42, 8 6 48. കിട്ടിയല്ലോ. എത്ര? 8 6 48. അപ്പോൾ 8 ആണ് ഇവിടെ വരുന്നത്. 48. 8 എന്താ ചോദിച്ചേക്കുന്നത് നമ്മളോട്? 6 പേർ ഒരുപോലെ വിധിച്ചെടുത്തു അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടിയെന്ന്? എത്ര കിലോ കിട്ടി കുഞ്ഞുങ്ങളെ? 8 കിലോഗ്രാം കേട്ടോ. ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇത് എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇട്ടത് കേട്ടോ. ഇപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു.
പഠിച്ചോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നത് അതിനെ കണ്ടോ. ഇപ്പം 48 കിലോഗ്രാം അരിയായിരുന്നു, അത് 6 പേർക്ക് കേട്ടോ ഒരുപോലെ വീതിച്ചു കൊടുക്കണം. ഒരുപോലെ വീതിച്ചു കൊടുക്കുമ്പോൾ 48 / 6 എത്ര? 8. ഇത് നിങ്ങൾക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേബിൾ നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ. നാളെ ഞാൻ ഇത് ഇത്രയും അതിൻ്റെ സ്റ്റെപ്പ് വെച്ച് കറക്റ്റായ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തിലെ വേർഡ് പ്രോബ്ലങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അത് മുതൽ നാളെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്തത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയണം കേട്ടോ. എങ്കിലേ അതറിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി അടുത്ത ലിങ്ക് ഇടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ. വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്തങ്ങ് പോകുന്നതേ ഉള്ളൂ, നിങ്ങളത് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ആ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത ലിങ്ക് ഇടാം. നോക്കട്ടെ എത്ര കമൻറ്റ് വരുമെന്ന്. എന്നിട്ട് ഞാൻ അടുത്ത ഇടാം കേട്ടോ. നോക്കട്ടെ എൻ്റെ പിള്ളേർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോന്ന്. ഓക്കെ താങ്ക് യു.